അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി മെട്രോയിലാണ് കേട്ടോ. കൊച്ചി മെട്രോ യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് സൈക്കിൾ എങ്ങനെ നമുക്ക് ട്രെയിനിൽ കയറ്റാം എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് ഞാൻ ഈ കൊച്ചി മെട്രോ യാത്രയ്ക്ക് പുറപ്പെടുന്നത്. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് പോയത്. അങ്ങനെ ചെന്നപ്പോൾ ഫസ്റ്റ് നമ്മളൊരു 6 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു റൈഡ്. എൻ്റെ വീടിൻ്റെ അവിടുന്ന് തൃശ്ശൂർക്ക് ഏകദേശം ഒരു 7:30 ടൈമായി എത്തുമ്പോൾ അവിടുന്ന് ഞാൻ ചായ കുടിച്ചിട്ട് അവിടുന്ന് നേരെ എറണാകുളത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു 10:30 എത്തി നേരെ മെട്രോൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ എനിക്ക് അറിയില്ല അതെങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരാൾ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു താഴെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റിൽ കയറ്റിയിട്ട് വേണം നമ്മൾ സൈക്കിൾ മേലേക്ക് എത്തിക്കാൻ. അങ്ങനെ ഞാൻ ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ സൈക്കിൾ കയറ്റി മേലേക്ക് എത്തിച്ച് ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തത് അതിന് 60 രൂപയാണ്ടാണ് ആലുവയിൽ അതിൻ്റെ അറ്റം വരെ. അങ്ങനെ ട്രെയിനിൽ കയറ്റി ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മുടെ ട്രെയിനിൻ്റെ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലാണ് സൈക്കിൾ വെക്കേണ്ടത്. അതിൽ 2 സീറ്റ് ബെൽറ്റ് ഉണ്ടാവും. ആ ബെൽറ്റൊക്കെ ഇട്ട് കെട്ടി വെച്ച് ഒരു പ്രത്യേക ഫീലായിരുന്നു. കാരണം എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കുകയാണ്. കാരണം ബാക്കി എല്ലാവരും ഇങ്ങനെ സീറ്റിലിരിക്കുമ്പോൾ ഞാൻ സൈക്കിളിൻ്റെ മേലെ ഇരിക്കണത് ട്രെയിനിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊരു വെറൈറ്റി അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. ആ മെട്രോ പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. മെട്രോയിലുള്ള കാഴ്ചകളും ഇതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇതുപോലെ ഞാൻ സൈക്കിള് ബെൽറ്റ് ഊരി ഇറക്കി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നേരെ ലിഫ്റ്റിൽ കയറ്റിയിട്ട് താഴേക്ക് ഇറക്കിയപ്പോഴാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. അവിടെ 2 രൂപയ്ക്ക് ഒരു മണിക്കൂറിന് 2 രൂപയ്ക്ക് സൈക്കിള് കൊച്ചി മെട്രോന്റെ ഗവൺമെന്റിന്റെ സൈക്കിൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ അടുത്ത് ചെന്നപ്പോൾ അവിടെ ആരുമില്ല. നമ്മൾ തന്നെ ഒരു ആപ്പ് ഉണ്ട്, ഒരു സ്കാനർ ഉണ്ട് സൈക്കിളിന്. ആ സ്കാനർ നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ 2 രൂപ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ലോക്ക് തുറക്കും. ലോക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. പിന്നെ നമ്മൾ ക്യാഷ് ഇടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇനിയിപ്പോൾ സൈക്കിളിന് എന്തെങ്കിലും പഞ്ചറോ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് വരികയാണെങ്കിൽ അതിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് സൈക്കിൾ റീപ്ലേസ് ചെയ്തിട്ട് വേറെ സൈക്കിൾ എടുത്ത് തരും. അതെല്ലാ കൊച്ചി മെട്രോൻ്റെ അടിയിൽ ഞാൻ കണ്ടു അവിടെ പോയപ്പോൾ, എറണാകുളം പോയപ്പോൾ. പിന്നെ ആ ട്രിപ്പിൽ ഞാൻ മറൈൻ ഡ്രൈവ് പോയി. പിന്നെ ഞാൻ എറണാകുളം ട്രിപ്പിൽ എനിക്ക് കാണാൻ ഏറ്റവും ആഗ്രഹമായിരുന്നു നമ്മൾ പണ്ടത്തെ CID മ്യൂസിയത്തിൽ ദിലീപ് പറയല്ലോ, CID മ്യൂസിയം അല്ലല്ലോ മറ്റേത് പറക്കും തളികയിൽ MG റോഡിൽ നിർത്തിയിട്ട് നിർത്തി ഇടിക്കുന്നു പറയില്ല. അപ്പോൾ MG റോഡിൽ കൂടെ സൈക്കിൾ ചവിട്ടണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ MG റോഡിൽ കൂടെ സൈക്കിൾ ചവിട്ടി മറൈൻ ഡ്രൈവ് പോയി. മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരു ബോട്ട് യാത്ര നടത്തി. ബോട്ട് യാത്രയ്ക്ക് അധികം ക്യാഷ് ഇല്ല കേട്ടോ. അവിടെ എത്രയാ 7 രൂപ 8 രൂപയാണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് അപ്പർ സൈഡിലേക്ക് ബോട്ട് യാത്രയുണ്ട് കൊച്ചി മെട്രോൻ്റെ തന്നെ. അപ്പോൾ അത് നടത്തി. വളരെ നല്ലൊരു റൈഡിങ് ആയിരുന്നു. നമ്മൾ കൊച്ചിയിലൂടെ സൈക്കിൾ റൈഡ് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകം സ്പേസ് ഒക്കെ ഉണ്ട് സൈക്കിൾ റൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള റൈഡാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കൂ. ഞാൻ ആർക്കെങ്കിലും കൊച്ചി മെട്രോയിൽ സൈക്കിൾ കയറ്റാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ പോവുക, മെട്രോയിൽ സൈക്കിൾ കയറ്റുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ. ഓക്കെ.